40% ഡിസ്കൗണ്ട്, അതും തൻ്റെ ശ്രദ്ധയിൽപ്പെടാത്ത വിധം തട്ടിപ്പ് നടത്തിയെങ്കിൽ രവി എത്രത്തോളം സമർത്ഥനാണ്. മോളെ, ഇതുവരെയുള്ള എല്ലാ ഫയലും ചെക്ക് ചെയ്യണം. അവൻ എത്ര കാലമായി തുടങ്ങിയിട്ട് എന്നറിയില്ലല്ലോ, മൂർത്തി പറഞ്ഞു. ഓക്കെ അച്ഛാ, പക്ഷേ ഇത്രയും നടന്നിട്ട് ഒന്നും അച്ഛ അറിഞ്ഞില്ലെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല, പാറു ആശ്ചര്യത്തോടെ പറഞ്ഞു. അതെന്താ സംഭവമെന്ന് അറിയോ? ഞാൻ പറയാം. മൂർത്തി തൊണ്ട ശരിയാക്കി പറഞ്ഞു തുടങ്ങി. ഒരു ദിവസം ഞാനും നിൻ്റെ അമ്മയും വിദേശത്ത് ഷോപ്പുകൾ സന്ദർശിക്കാൻ പോയ സമയത്ത് ഒരു ദിവസം രവി വിളിച്ചിരുന്നു. ഒരു പാവപ്പെട്ട ഫാമിലി അവരുടെ കൊച്ചുമോളുടെ കല്യാണത്തിന് സ്വർണം എടുക്കാൻ വന്നിട്ടുണ്ടെന്നും എന്താ ചെയ്യേണ്ടതെന്നും. അന്ന് ഞാൻ പറഞ്ഞു 40% ഡിസ്കൗണ്ട് കൊടുക്കാൻ, പിന്നെ അതൊഴിവാക്കി ഫ്രീ ആയി കൊടുക്കാനും. കാരണം ആ കുട്ടിക്ക് അച്ഛനില്ല, അമ്മ വേറെ ഒരാൾക്കൊപ്പം പോയി. മുത്തശ്ശിയും മുത്തശ്ശനുമാണ് വന്നതെന്ന് പറഞ്ഞു. മുത്തശ്ശിയുടെ പേര് പത്മാവതി. അന്ന് ഞാൻ ഫ്രീ ആയി 10 പവൻ കൊടുക്കാൻ പറഞ്ഞു, എനിക്ക് പാവം തോന്നിയിട്ട്. അവരുടെ പേരും അഡ്രസ്സും ഒപ്പും വാങ്ങാൻ പറഞ്ഞു. ഞങ്ങൾ വിദേശത്ത് നിന്ന് വന്നപ്പോൾ രവി ഡീറ്റെയിൽസ് കാണിച്ചു തന്നു. ഞാനത് കാര്യമാക്കാതെ വിടുകയും ചെയ്തു. പിന്നെ ഒരു ദിവസം ഞങ്ങൾ വിദേശത്ത് പോയ സമയത്തും ഇതേപോലെ രവി വിളിച്ചു. ഒരു അമ്മയും മോളും സ്വർണം എടുക്കാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അമ്മയുടെ പേര് ഗീത, അച്ഛനില്ല. അമ്മയാണെങ്കിൽ ഹാർട്ട് പേഷ്യൻ്റ്, അവർക്കും ഫ്രീ ആയി സ്വർണം കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ നാട്ടിലെത്തിയപ്പോൾ രവി ഡീറ്റെയിൽസ് കാണിച്ചു. ഞാനത് കാര്യമാക്കാതെ വിടുകയും ചെയ്തു. ഒരു പുണ്യപ്രവൃത്തി അല്ലേ എന്ന് വിചാരിച്ചു. ഇതേപോലെ കുറച്ച് പ്രാവശ്യം നടന്നിട്ടുണ്ട്, അതും ഞാൻ വിദേശത്ത് പോകുമ്പോൾ മാത്രം. മറ്റു ബ്രാഞ്ചിലൊക്കെ ഞാൻ നേരിട്ട് പോയാണ് സ്വർണം കൊടുത്തിരുന്നത്. മൂർത്തി രവി തന്നെ പറ്റിച്ച വിഷമത്തോടെ പറഞ്ഞു. മിസ്റ്റർ രവിയെ ഒന്ന് കുടഞ്ഞിട്ട് ചോദ്യം ചെയ്താൽ മതി, അങ്ങോട്ട് വന്ന ആദി പറഞ്ഞു. അവനെ കൊണ്ട് തന്നെ പറയിക്കണം, കൂടെയുള്ള ആകാശം പറഞ്ഞു. അവരെ കണ്ടപ്പോൾ തന്നെ മൂർത്തിക്ക് സമാധാനം തോന്നി. തൻ്റെ സ്വന്തം മക്കൾക്ക് പകരം ദൈവം തനിക്ക് 3 മക്കളെ തന്നു. അല്ല, ഇവിടെ തോക്കോ ഗണ്ണോ എന്തൊക്കെയോ ഉണ്ടെന്ന് പറയുന്നേ കേട്ടല്ലോ, ആകാശ് ചോദിച്ചു. അത് കേട്ടതും പാറു അകത്തേക്ക് ഓടി ഗണ്ണുമായി തിരികെ എത്തി. ആകാശ് അത് വാങ്ങി തിരിച്ചു മറിച്ചു നോക്കി. പിന്നെ ഉന്നം പിടിക്കുന്ന പോലെ ഒരു കണ്ണടച്ചുകൊണ്ട് ആക്ഷൻ കാണിച്ചു. മൂർത്തിക്ക് ഒരു പേടിയുണ്ടായിരുന്നു, അത് ലോഡാണ്, അറിയാതെ പൊട്ടിപ്പോയാൽ. ആകാശ് പാറുവിനെ നോക്കി. വാ, ഞാനിത് ഉപയോഗിക്കാൻ പഠിപ്പിച്ചു തരാം. അതിന് നിനക്കിത് ഉപയോഗിക്കാൻ അറിയോ? ആദി ചോദിച്ചു. ഇല്ല, ഇങ്ങനെയാണല്ലോ ഓരോന്ന് പഠിക്കുന്നത്. സിനിമയിലൊക്കെ എല്ലാവരും പഠിച്ചിട്ടാ. ഒരു ഗണ്ണും ഒരു മനുഷ്യനും ഉണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും വെടിവെക്കാം, അല്ലെങ്കിലേ. മൂർത്തി ചിരിച്ചുപോയി. പിന്നെ ഇതാണ് ലാഭം, നമ്മൾ എപ്പോഴും ലാഭം നോക്കണം. ഒരു ഉണ്ട കൊണ്ട് ഞാനും പാറുവും പഠിക്കും അല്ലേടി? വാ, നമുക്ക് പഠിക്കാം. അവൻ പാറുവിനെ കൂട്ടിക്കൊണ്ട് പിന്നിലേക്ക് നടന്നു. മൂർത്തിയും ആദിയും യമുനയും കൂടെ പോയി. ആകാശ് പാറുവിനെ മുന്നിൽ നിർത്തി മുന്നിലെ ഒരു പോയിന്റ് കാണിച്ചു കൊടുത്തു. എന്നിട്ട് അവളുടെ കൈ കൂട്ടിപ്പിടിച്ചു ആ പോയിന്റിലേക്ക് ഷൂട്ട് ചെയ്തു. വെടി കൊണ്ടത് പാറുവിൻ്റെ ഒരു ഗ്രോ ബാഗിന്. അയ്യോ, എൻ്റെ കൃഷി! പാറു നെഞ്ചിൽ കൈവച്ചു. അത് കണ്ട് ഗണ്ണും താഴെയിട്ട് ആകാശ് ഓടി. പിന്നാലെ പാറുവും. കുറച്ചോടി അവൾ കുനിഞ്ഞു നിന്ന് കിതച്ചു. ഛേ, എൻ്റെ പെങ്ങൾക്ക് തീരെ സ്റ്റാമിന ഇല്ല, ആകാശ് തിരിച്ചു വന്നുകൊണ്ട് പറഞ്ഞു. മൂർത്തിയും യമുനയും പൊട്ടിച്ചിരിച്ചു. കുറച്ചു കഴിഞ്ഞ് പാറുവും ആദ്യം ആകാശും ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങി. പാറുവിൻ്റെ കാറിലാണ് രണ്ടുപേരും കയറിയത്. പ്രോബ്ലമുള്ള 2 ഫയലും ആകാശ് പിടിച്ചു. ക്ലിയർ ചെയ്ത ഫയലൊക്കെ ആദ്യം എടുത്തു. വാഹനവ്യൂഹം ഓഫീസ് ലക്ഷ്യമാക്കി ഓടി. രവി ലീവ് ചോദിച്ചെങ്കിലും മൂർത്തി കൊടുത്തില്ല. ലീവ് കൊടുത്താൽ ശരിയാവില്ലല്ലോ. അവനെ തിരഞ്ഞാണ് ആദിയും ആകാശും ഇവിടെ നിന്ന് പുറപ്പെട്ടത്. വാഹനവ്യൂഹം ഓഫീസിലെത്തി. നേരെ പാറുവിൻ്റെ ക്യാബിൻ. ആദിയും ആകാശും സെറ്റിയിലിരുന്നു. രവിയെ വിളിച്ചു. അവൻ ദേഹം വേദന കാരണം നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം. ആദി അത് കാര്യമാക്കിയില്ല, കയ്യിലിരിപ്പ് കാരണമാണല്ലോ. ക്യാബിനിൽ എത്തിയപ്പോൾ മുതൽ രവിയുടെ നോട്ടം മുഴുവൻ ഗ്രേ കളർ സ്യൂട്ടിലിരിക്കുന്ന പാറുവിലായിരുന്നു. അവളാണെങ്കിൽ അസിസ്റ്റൻ്റ് മാനേജർ കൊണ്ടുവച്ച പഴയ ഫയലൊക്കെ നോക്കുന്ന തിരക്കിലും. ആകാശ് രവിയെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. അവൻ മെല്ലെ എഴുന്നേറ്റു. അപ്പോൾ മാനേജർ സാറേ, എൻ്റെ പെങ്ങളുടെ ചോര ഊറ്റി കുടിച്ച് മതിയായില്ലേ? കുറേ നേരമായല്ലോ അവളെ വായിൽ നോക്കി നിൽക്കുന്നു. എൻ്റെ ഭാര്യയെ ഞാൻ നോക്കുന്നതിന് നിനക്കെന്താ? ഈ പറയുന്ന ആങ്ങളയെ കല്യാണത്തിന് കണ്ടില്ലല്ലോ. പാറു പകച്ചു നിൽക്കുകയായിരുന്നു.
ആദി ഒരു നിമിഷം പാറുവിനെ ശ്രദ്ധിച്ചു. പിന്നെ രവിയെയും. ഡി, ഫയലും എടുത്ത് റൂമിൽ പോ, ആദി പാറുവിനോട് പറഞ്ഞു. പാറു അപ്പോൾ തന്നെ നോക്കിക്കൊണ്ടിരുന്ന ഫയൽ എടുത്ത് സൈഡ് റൂമിലേക്ക് പോയി. ആദ്യം എഴുന്നേറ്റു. രവിയുടെ അടുത്തേക്ക് ചെന്നു. ആകാശ് രവിയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. നിന്നെ പൂട്ടാൻ ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല, കുറച്ചുകൂടെ തെളിവിൻ്റെ ആവശ്യം കൂടിയുണ്ട്. അത് കിട്ടിയാൽ പിന്നെ നീ ഇല്ല, ആകാശ് പറഞ്ഞു. ആദി രവിയുടെ മുന്നിൽ പോയി നിന്നു. ഇന്നലെ കിട്ടിയതൊന്നും നിനക്ക് പോരെന്ന് തോന്നുന്നല്ലോ. അവളെ എൻ്റെ പെണ്ണ. 1 മാസം കൂടി കഴിഞ്ഞാൽ ഞാൻ താലി കെട്ടും അവളുടെ കഴുത്തിൽ. ഇവിടെ എല്ലാവർക്കും ക്ഷണമുണ്ടാവും. അത് കാണാൻ നീ ഉണ്ടാവുമെന്നാ എൻ്റെ സംശയം, ആദി പറഞ്ഞു കൊണ്ട് പുറത്തേക്കിറങ്ങി. രവിയെയും കൊണ്ട് ആകാശും. അസിസ്റ്റൻ്റ് മാനേജർ അവിടെ ക്യാബിന് പുറത്തുണ്ടായിരുന്നു. ആകാശ് രവിയെ വിട്ടു. സർ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു, അസിസ്റ്റൻ്റ് മാനേജർ പ്രദീപ് ആദിയോട് പറഞ്ഞു. ആദിയും ആകാശും പ്രദീപിനെയും കൂട്ടി ക്യാബിനിലേക്ക് തിരിച്ചു കയറി. പറയൂ, ആദി സമ്മതം നൽകി. സർ, മാഡം കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു, പ്രദീപ് പറഞ്ഞു. ആകാശ് പാറുവിനെ കൂട്ടി വന്നു. സാർ, മാഡം. പ്രദീപ് ശബ്ദം താഴ്ത്തി. രവി സാറിനെ വിശ്വസിക്കരുത്. ഇവിടെ നിന്ന് ക്യാഷ് വെട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് കള്ളക്കണക്കും എഴുതി ചേർക്കും. ജ്വല്ലറിയിലും എന്തോ നടന്നിട്ടുണ്ട്. അത് കൃത്യമായി എനിക്കറിയില്ല. ഇത് ബാങ്ക് ഡീറ്റെയിൽസ് ആണ്. ബാങ്ക് മാനേജറെ ഒന്നുകൂടി കണ്ടാൽ ശരിക്കും വിവരം അറിയാം. മാനേജരും രവി സാറിൻ്റെ സൈഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഞാനിത് ഇവിടെ പറഞ്ഞെന്ന് പുറത്ത് പറയല്ലേ സാർ. പ്രദീപ് കയ്യിലിരുന്ന ഫയൽ ആദിക്ക് കൊടുത്തു പുറത്തേക്ക് പോയി. അവർക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ആദി അറിഞ്ഞതാണല്ലോ. ഇവനെ വിശ്വസിക്കാമെന്ന് തോന്നുന്നു, ആകാശ് പറഞ്ഞു. ആദ്യം മൂളി. ആദി പ്രദീപിനെ വിളിച്ചു വരുത്തി. മേ ഐ കമിൻ സാർ. അയാൾ ക്യാബിന് പുറത്തു നിന്ന് അനുവാദം ചോദിച്ചു. അവൻ മൂളി. പ്രദീപ് അകത്ത് കടന്നു. ഞങ്ങൾ ബാങ്ക് വരെ ഒന്ന് പോകുക. ഇവിടെ മാഡം ഒറ്റയ്ക്കാണ്, ഒന്ന് ശ്രദ്ധിക്കണം, ആദി പറഞ്ഞു. ഓക്കെ സാർ, പ്രദീപ് സമ്മതിച്ചു. പിന്നെ ആദി ബോഡി ഗാർഡ്സിനെ വിളിച്ചു ക്യാബിനിൽ നിർത്തി. ഞങ്ങൾ വരുന്നവരെ ഇവിടെ വേണം നിങ്ങൾ. ആ മാനേജർ രവിയെ ഇങ്ങോട്ട് വിടണ്ട, ആദി പറഞ്ഞു. സാർ, ഗാർഡുകൾ സമ്മതം നൽകി. രവിയും ആകാശും ബാങ്കിലെത്തി. മാനേജറെ കണ്ടു കാര്യം പറഞ്ഞു. പോലീസ് കേസ് പേടിച്ചു. മാനേജർ എല്ലാം സമ്മതിച്ചു. തെളിവും കൊടുത്തു. രവിയുടെ ലോക്കറിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തു. ആദ്യം അക്കൗണ്ട് ഡീറ്റെയിൽസ് പരിശോധിച്ചു. ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ 20 ലക്ഷം രൂപ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. അടുത്ത അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ ആദിയും ആകാശും ഞെട്ടിപ്പോയി. 1 കോടിയോളം രൂപ ഉണ്ടായിരുന്നു അതിൽ. നോമിനി ഗീത. ആദിയെല്ലാം പാറുവിന് ഫോൺ ചെയ്തു പറഞ്ഞു. തെളിവുകളോടെ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോവുകയാണെന്നും പറഞ്ഞു. അവൾ സമ്മതിച്ചു. ആദിയും ആകാശും പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്തു. തെളിവുകളും കൊടുത്തു. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. പോലീസ് ഓഫീസിലെത്തി രവി അറസ്റ്റ് ചെയ്തു. തെളിവുകളും കാണിച്ചു. അറസ്റ്റ് രേഖപ്പെടുത്തി തെളിവെടുപ്പിനായി ബാങ്കിലെത്തിച്ചു. ലോക്കർ തുറപ്പിച്ചു. രവി ജ്വല്ലറിയിൽ നിന്ന് അടിച്ചു മാറ്റിയ സ്വർണം അതിലുണ്ടായിരുന്നു. അത് തൊണ്ടി മുതലായി സ്വീകരിച്ചു. അക്കൗണ്ട് മരവിപ്പിച്ചു. SI ആദിയെ വിളിച്ച് വിവരം പറഞ്ഞു. ആദി മൂർത്തിക്ക് സന്തോഷമായി. രവിയെ പോലീസ് കോടതിയിൽ ഹാജരാക്കി. കോടതി കൂടുതൽ അന്വേഷണത്തിനായി രവിയെ റിമാൻഡ് ചെയ്തു. പോലീസ് നേരെ രവിയുടെ വീട്ടിൽ പോയി. ഗീതയെയും അമ്മയെയും ചോദ്യം ചെയ്തു. അവർക്കൊന്നും അറിയില്ല. ഏതോ ഒരു കടലാസിൽ ഒപ്പിട്ടിട്ടുണ്ട്, അത്രമാത്രമേ അറിയൂ. വീട്ടിൽ നിന്ന് കുറച്ച് ആഭരണങ്ങൾ കണ്ടെടുത്തു. കുറച്ച് ഗീതയുടെ ബാങ്ക് ലോക്കറിൽ നിന്നും. അതൊക്കെ തൊണ്ടി മുതലായി പോലീസ് കൊണ്ടുപോയി. ഗീത ആകെ തകർന്നിരുന്നു. കുഞ്ഞുപോയി. രവി പോലീസ് കസ്റ്റഡിയിൽ. വയ്യാത്ത അമ്മയും താനും ഒറ്റയ്ക്ക്. ഗീത സഹായം ചോദിച്ചുകൊണ്ട് സ്വന്തം വീട്ടിലെത്തി. വളരെ വർഷങ്ങൾക്ക് ശേഷം. ഓഫീസിൽ നിന്ന് രവിയെ പിരിച്ചു വിട്ടതുകൊണ്ട് പ്രദീപിനെ മാനേജറായി നിയമിച്ചു. അയാൾക്ക് സത്യസന്ധത ഉള്ളതുകൊണ്ട് തന്നെ മാനേജർ ആയി അയാൾ മതിയെന്ന് പാറുവും മൂർത്തിയും തീരുമാനിച്ചു. അടുത്ത ദിവസം രാവിലെ ഓഫീസിലെത്തി. കാറിൽ നിന്ന് ഇറങ്ങിയ പാറു ഓഫീസിന് പുറത്ത് പത്മാവതിയെ കണ്ട് അമ്പരന്നു. അവളെ തന്നെ നോക്കി അന്തിച്ചു നിൽക്കുകയായിരുന്നു. ഇത്രയും വലിയ സ്ഥാനത്തുള്ള മോളായിരുന്നോ ഇവൾ? അവർ കുറച്ച് ദൂരെ മാറി നിൽക്കുന്ന ഗീതയെ നോക്കി. അവളും പകച്ചു നിൽക്കുകയായിരുന്നു. ബോഡി ഗാർഡുകളുടെ മുന്നിൽ ലേഡീസ് സ്യൂട്ട് ധരിച്ച് തലയെടുപ്പോടെ നിൽക്കുന്ന അവളെ കണ്ടു ഗീത വന്ന കാര്യം മറന്നു.
താൻ ചതിച്ചു ഗർവോടെ ചവിട്ടി പുറത്താക്കിയ ഇവളോട് താൻ തൻ്റെ ഭർത്താവിനെ കേസ് ഒഴിവാക്കി വിട്ടുതരാൻ എങ്ങനെ പറയും? ഇനി അവളോട് ചെയ്തതിന് ഇവൾ പകരം വീട്ടുകയാണോ? തൻ്റെ കുഞ്ഞും പോയി. ഇത് ഇവളുടെ ശാപമാണോ? ഒരു നാൾ ഇവളെ കരയിപ്പിച്ചതിന് ഇപ്പോൾ താൻ കരയുന്നു. അന്ന് താൻ സന്തോഷിച്ചതിന് പകരം ഇപ്പോൾ ഇവൾ സന്തോഷിക്കുന്നു. ആദി പാറുവിനെയും കൂട്ടി ഓഫീസിന് ഉള്ളിലേക്ക് നടന്നു. പിന്നാലെ ബോഡി ഗാർഡുകളും. അവർ ഗീതയെ ശ്രദ്ധിച്ചതേയില്ല. ആരും പത്മാവതിയെയും ഗീതയെയും അകത്തേക്ക് കടത്തിവിട്ടില്ല. പാറു അവരെ വിളിപ്പിച്ചതുമില്ല. എനിക്ക് പാറുമോളെ ഒന്ന് കണ്ടാൽ മതി. പത്മാവതി കരഞ്ഞുകൊണ്ട് സെക്യൂരിറ്റിയുടെ നേരെ കൈകൂപ്പി. പാറുമോളോ? ഏത് പാറുമോള്? ഇവിടെ അങ്ങനെ ഒരാളില്ല, സെക്യൂരിറ്റി പറഞ്ഞു. സൗപർണിക മാഡം, ഗീത വിക്കി. മാഡത്തെ കാണാൻ ആദ്യം അപ്പോയിൻമെൻ്റ് എടുക്കണം. അതുമല്ല, മാഡത്തിന് ജീവന് ഭീഷണിയുണ്ട്. അതുകൊണ്ടാണ് 5 ബോഡി ഗാർഡുകളെ നിയമിച്ചത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഞാൻ എങ്ങനെ അകത്ത് വിടും? സെക്യൂരിറ്റി പറഞ്ഞു. ഗീത ഒന്നും പറഞ്ഞില്ല. അവൾ അമ്മയെയും കൂട്ടി തിരിച്ചു നടന്നു. അപ്പോൾ തന്നെ സെക്യൂരിറ്റി വിളിച്ചു. ഗീത തിരിഞ്ഞു നോക്കി. നിങ്ങളെ അകത്തേക്ക് വിടാൻ പറഞ്ഞിട്ടുണ്ട് മാഡം, അയാൾ പറഞ്ഞു. പത്മാവതിക്ക് സന്തോഷമായി. അവരെ കൂട്ടി പോകാൻ അവിടുത്തെ ഒരു സ്റ്റാഫ് എത്തി. അവരെ ക്യാബിനിൽ എത്തിച്ച് സ്റ്റാഫ് മടങ്ങിപ്പോയി. 2 പേരും അകത്ത് കടന്നു. പാറു തൻ്റെ റിവോൾവിംഗ് ചെയറിലും ആദി സെറ്റിയിലും ഇരിക്കുന്നുണ്ടായിരുന്നു. പത്മാവതി അവളെ നോക്കി തൊഴുതു. ഗീത അവളെ നോക്കി ഒന്നും മിണ്ടാതെ നിന്നു. ആദി ഗീതയെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. മോളെ, എൻ്റെ മോൾ ഒരു തെറ്റ് ചെയ്തു. മോൾ അവനോട് ക്ഷമിച്ചു. കേസ് ഒഴിവാക്കണം. ഗീതയ്ക്ക് അധിക യാത്ര ചെയ്യാൻ വയ്യ. 4-ാം മാസത്തിൽ കുഞ്ഞു പോയി. അതിൻ്റെ റെസ്റ്റാണ്. എന്നിട്ട് മോളെ കാണാൻ വേണ്ടിയാ അവൾ വന്നത്. പത്മാവതി അമ്മ കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു. കേസ് രജിസ്റ്റർ ചെയ്തു. കോടതിയിലും എത്തി. എനിക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല, പാറു പറഞ്ഞു. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഒരു വക്കീലിനെ ഏർപ്പാട് ചെയ്യും. എന്നിട്ട് കോടതിയിൽ നിന്ന് ജാമ്യത്തിൽ ഇറക്കിക്കോ, ആദി ഗംഭീര സ്വരത്തിൽ പറഞ്ഞു. ഗീത ഒരു നിമിഷം അവനെ നോക്കി. നല്ല ഹൈറ്റുള്ള അതിസുന്ദരനായ ഒരു യുവാവ്. ഇവന് ഇവളുമായി എന്താ ബന്ധം? അവൾ ചിന്തിച്ചു. പാറു അവളെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. ഇതാരാ മോളെ? ആദിയെ ചൂണ്ടി പത്മാവതി ചോദിച്ചു. പാറു ഒന്നും മിണ്ടിയില്ല. അവൾ ആ ചോദ്യം കേട്ടില്ലെന്ന് പറയുന്നതാവും ശരി. ഞാൻ അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ. 1 മാസം കഴിഞ്ഞാൽ ഞങ്ങളുടെ കല്യാണമാണ്, ആദി പറഞ്ഞു. മോന് പുണ്യം കിട്ടും. നല്ലൊരു മോളാണ്. പാവം കുറേ അനുഭവിച്ചു, പത്മാവതി പറഞ്ഞു. അതെ, അവൾ കുറേ അനുഭവിച്ചു. അതിനു കാരണക്കാർ ആരാണെന്നും ഞങ്ങൾക്കറിയാം. ആദി ഗീതയെ നോക്കി. ഗീത ഒന്നും മിണ്ടാതെ തല താഴ്ത്തി. പിന്നെ തിരിഞ്ഞു ക്യാബിന് പുറത്തേക്ക് ഇറങ്ങി. കൂടെ പത്മാവതിയും. ഇനി എന്ത് ചെയ്യും മോളെ? അവർ ചോദിച്ചു. എനിക്കറിയില്ല, ഗീത കൈമലർത്തി. പിന്നെ ഗേറ്റിന് പുറത്തേക്ക് ഇറങ്ങി. ഓട്ടോ വിളിക്കാൻ കയ്യിൽ പൈസയില്ല. ബസ് സ്റ്റാൻഡിലേക്ക് കുറച്ച് ദൂരവുമുണ്ട്. വെയിലിൽ നിന്ന് രക്ഷപ്പെടാൻ പത്മാവതി സാരി തലപ്പെടുത്തു തലയിലൂടെ ഇട്ടു. നടക്കുകയാണെങ്കിലും ഗീത അറിയുന്നുണ്ടായിരുന്നില്ല. അവളുടെ മനസ്സിൽ പാറുവിൻ്റെ എക്സിക്യൂട്ടീവ് ലുക്ക് തെളിഞ്ഞു നിന്നു. കൂടെ ആദിയുടെ ജെന്റിൽമാൻ ലുക്കും. അന്ന് ഉച്ചയ്ക്ക് വീട്ടിലെത്തിയപ്പോൾ പാറു ആകെ മൂഡൌട്ടായിരുന്നു. അവൾ ഒന്നും മിണ്ടാതെ ആരെയും നോക്കാതെ അകത്തേക്ക് നടന്നു. എന്താ പ്രശ്നം? മൂർത്തി കണ്ണുകൊണ്ട് ആദിയോട് ചോദിച്ചു. ആദി ഗീതയും പത്മാവതിയും വന്നതും അവരുടെ ആവശ്യവും തുറന്നു പറഞ്ഞു. മൂർത്തി ആലോചനയോടെ തലയാട്ടി. അവൾ കുളിച്ചു, ഡ്രസ് മാറ്റി, പുറകിൽ കൃഷിയിടത്തിലേക്ക് പോയി. മൂർത്തി രാവിലെ നനച്ചു കൊടുത്തിരുന്നു. തെങ്ങുംപറമ്പിൽ തേങ്ങയിടയിൽ നടക്കുന്നു. കുറച്ചു പണിക്കാർ തേങ്ങ പെറുക്കി കൂട്ടുന്നു. 2 പേര് ഓലയും മറ്റും ഒരു ഭാഗത്തേക്ക് കൂട്ടുന്നു. ഇൻവിറ്റേഷൻ കാർഡ് പ്രിൻ്റ് ചെയ്ത് കിട്ടി. കല്യാണം വിളിച്ചു തുടങ്ങിയിരുന്നു. മൂർത്തിയുടെയും യമുനയുടെയും ബന്ധുക്കൾ കല്യാണത്തിന് കൂടില്ലെന്ന് തുറന്നു പറഞ്ഞു. പിന്നെ മൂർത്തി തൻ്റെ ഫ്രണ്ട്സിനെയും എല്ലാ ബ്രാഞ്ചിലെയും ഓഫീസ് സ്റ്റാഫിനെയും പാറുവിൻ്റെ നാട്ടുകാരെയും കല്യാണത്തിന് ക്ഷണിച്ചു. ആദിയും ആകാശും നാട്ടിൽ പോയി അവരുടെ കുടുംബക്കാരെയും ക്ഷണിച്ചു. അടുത്ത ഞായറാഴ്ച ഡ്രസ്സും ഓർണമെൻറ്റ്സും എടുക്കാൻ തീരുമാനിച്ചു. ഒരു ദിവസം വൈകുന്നേരം ആദി മൂർത്തിയെയും യമുനയെയും കാണാനെത്തി. പാറു കോഴിക്കോട് ബ്രാഞ്ചിൽ പോയതാണ്, എത്തിയിട്ടില്ല. അച്ഛാ, അത് ഞാൻ വന്നത് എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് അവനറിയില്ലായിരുന്നു. എന്താണെങ്കിലും പറ, മൂർത്തി പറഞ്ഞു. അത് പിന്നെ കല്യാണം കഴിഞ്ഞാൽ പാറുവിനെ ഞാൻ നാട്ടിൽ കൊണ്ടുപോയിക്കോട്ടെ, ആദി സമ്മതം ചോദിച്ചു. അത് വേണ്ട, ഇവിടെ നിന്ന് കുറേ ദൂരമില്ലേ പാലക്കാട്ടേക്ക്? കല്യാണം കഴിഞ്ഞു നേരെ നിങ്ങൾ
ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ ചെന്ന് കയറും. അത് കഴിഞ്ഞ് പിറ്റേന്ന് ഇങ്ങോട്ട് വിരുന്ന്. 3-ാമത്തെ ദിവസം നീ അവളെയും കൊണ്ട് പാലക്കാട് പോയിക്കോ. എല്ലായിടത്തും പോയി എല്ലാവരെയും കണ്ട് മടങ്ങിക്കോ. എത്ര ദിവസം അവിടെ നിൽക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അത് കഴിഞ്ഞ് നിങ്ങൾ നേരിട്ട് വരുന്നത് ഇങ്ങോട്ട്. പിന്നെ അങ്ങോട്ട് നിങ്ങളും ആകാശും ഇവിടെയായിരിക്കും താമസം. എൻ്റെ മക്കളായി. ഓക്കെ? മൂർത്തി പറഞ്ഞു. നിർത്തി. ഓക്കെ, അവൻ സമ്മതിച്ചു. ഇവിടെ ഒറ്റയ്ക്ക് ജീവിച്ച് ഞങ്ങൾക്ക് മടുത്തു. പിന്നെ പാറുവിന് അധിക ദിവസം ഇവിടെ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയില്ലല്ലോ. ഓഫീസിലെ കാര്യങ്ങൾ നോക്കണ്ടേ? യമുന പറഞ്ഞു. ആദി അപ്പോൾ തന്നെ തിരിച്ചുപോയി.